ഹലോ ഗൈസ്, പൂക്കൾ ഇഷ്ടമില്ലാത്തവരായി ആരാണുണ്ടാവുക അല്ലേ? അതെ, ഇന്നത്തെ യാത്ര വേൾഡ് ബിഗസ്റ്റ് ഗാർഡൻ അഥവാ മിറാക്കിൾ ഗാർഡനിലേക്കാണ്. പൂക്കളുടെ കാഴ്ചകളും കൗതുകങ്ങളും തേടി ഞങ്ങൾ എത്തിയത് ദുബായ് മിറാക്കിൾ ഗാർഡനിലേക്കാണ്. 72,000 ഹെക്ടർ സ്ഥലത്ത് പരന്നു കിടക്കുന്ന പൂക്കളുടെ വശ്യമായൊരു മനുഷ്യനിർമ്മിത സൃഷ്ടിയാണ് ഈ ദുബായ് മിറാക്കിൾ ഗാർഡൻ. വിസിറ്റിംഗ് ടൈം പറയുകയാണെങ്കിൽ രാവിലെ 9 മുതൽ രാത്രി 9 വരെയാണ് വിസിറ്റിംഗ് ടൈം. ഓരോ ദിവസങ്ങളിലാകട്ടെ രാത്രി 11 വരെയും ഈ ഗാർഡൻ തുറന്ന് പ്രവർത്തിക്കുന്നു. ശരിക്കും പറയുകയാണെങ്കിൽ മരുഭൂമിയിലൊരു പൂന്തോട്ടം എന്നത് എനിക്ക് ആലോചിക്കാനേ പറ്റാത്തൊരു കാര്യമായിരുന്നു. അതിനാൽ തന്നെ ഈ ഒരു ഗാർഡൻ എന്നെ ശരിക്കും അമ്പരപ്പിച്ചു. ഒരു മിറാക്കിൾ പ്ലേസ് എന്ന് തന്നെ പറയാം. കോടിക്കണക്കിന് പൂക്കളാൽ നിർമ്മിച്ച ഈ എമിറേറ്റ്സ് പ്ലെയിൻ ശരിക്കും നമ്മളെ അമ്പരപ്പിക്കും. വിവിധ വർണ്ണങ്ങളുള്ള പൂക്കളാൽ നിർമ്മിച്ച ഈ കരടിക്കുട്ടനും പ്രധാന ആകർഷകമാണ്. പൂക്കൾ കൊണ്ട് നിർമ്മിച്ച കാസിൽ, അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്ക്, മറ്റനവധി സൃഷ്ടികളും അവിടെ ഉണ്ടായിരുന്നു. പച്ചപ്പിനാൽ തീർത്ത ഈ ആനക്കുട്ടൻ കുട്ടികളുടെ മുഖ്യ ആകർഷകമായിരുന്നു. ഉപയോഗശൂന്യമായ ബാരലുകളിൽ തീർത്ത ഈ ഒരു പൂന്തോട്ടം മറ്റൊരു വർണ്ണ കാഴ്ചയായിരുന്നു. വിശ്രമിക്കാനും മറ്റുമായി ഊഞ്ഞാലുകളുടെ ഇതുപോലുള്ള ധാരാളം നിരകൾ തന്നെ അവിടെ ഉണ്ടായിരുന്നു. പല നിറങ്ങളാൽ നിർമ്മിച്ച ഈ ഊഞ്ഞാലുകളിൽ ഇരുന്ന് ഫോട്ടോ എടുക്കുന്നതിനും കുറവല്ല കേട്ടോ. പല ഭാഗത്തായി ഫുഡും നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ വെറൈറ്റി എനിക്ക് തോന്നിയ ഒരു ഐറ്റം ആയിരുന്നു ഇത്, ഫ്രൈഡ് ചിക്കൻ ഐസ്ക്രീം. പേര് പോലെ തന്നെ ഐസ്ക്രീം കൊണ്ടുണ്ടാക്കിയ ഒരു ചിക്കൻ ലെഗ് പീസ്. കുടികൾ കൊണ്ട് നിർമ്മിച്ച ഈ കൂടാരം ഒരു റെസ്റ്റിംഗ് ഏരിയ ആണ് കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു സ്നാക്കും അതിനിടയ്ക്ക് ഞങ്ങൾ പരീക്ഷിച്ചു. അടുത്ത യാത്ര ദ സ്മർഫ് വില്ലേജിലേക്കായിരുന്നു. ഫുട്ബോൾ ജേഴ്സി അണിഞ്ഞ ധാരാളം സ്മർഫ് കുട്ടന്മാർ അവിടെ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ അവരെ പ്രതിനിധീകരിക്കുന്ന ഫ്ലാഗുകളും അവിടെ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ആ മൈതാനത്ത് ഫുട്ബോളിൻ്റെ ഒരു മോഡലും അതുപോലെ തന്നെ ഫുട്ബോൾ വേൾഡ് കപ്പിൻ്റെ ഒരു മോഡലും അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഏതാനും ഫോട്ടോ ക്ലിക്കുകളുമായി ഞങ്ങൾ ഗാർഡൻ വിസിറ്റ് അവസാനിപ്പിച്ചു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.